വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഡാക് ഇൻ്റർഫേസിംഗ് എങ്ങനെയാണ് 8051 കൺട്രോളർ കിറ്റിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത്. ഈ ഡാക് ഇൻ്റർഫേസിങ്ങിൻ്റെ പ്രോഗ്രാം എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയുടെ ഒരു പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ടാണ് ബാക്കിയുള്ള ഈ ഒരു പാർട്ട് കാണുന്നതെങ്കിലാണ് നിങ്ങൾക്ക് എളുപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഒരു 8051 മൈക്രോ കൺട്രോളർ യൂണിറ്റാണ്. തൊട്ടു താഴെ തന്നെ ഡാക് ഇൻ്റർഫേസിംഗ് യൂണിറ്റും കാണാനായിട്ട് പറ്റും. സോ ഈ മൈക്രോ കൺട്രോളറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ഈ ഒരു പോർട്ട് വഴി ഒരു ബസ് യൂസ് ചെയ്ത് ഇൻ്റർഫേസിംഗ് യൂണിറ്റിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർഫേസിംഗ് യൂണിറ്റിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു വോൾട്ടേജ് ആവശ്യമായിട്ടുണ്ട്. സോ അത് ഒരു SMPSൽ നിന്ന് നമ്മൾ കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു SMPS യൂസ് ചെയ്ത് അതിൻ്റെ കണക്ഷൻ ഡാക് ഇൻ്റർഫേസിങ്ങിന് കൊടുത്തു ഇൻ്റർഫേസിംഗ് യൂണിറ്റിനെ ഓൺ ആക്കി വയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു 8051ൽ കൊടുക്കുന്ന ഡേറ്റാസ് ഈ പോർട്ട് വഴി ഇതിലേക്ക് ലോഡ് ചെയ്യുന്നത് ഈ ഇൻ്റർഫേസിംഗ് യൂണിറ്റിലേക്ക്. സോ SMPSൻ്റെ ഈ ഒരു കണക്ഷൻ ഈ വരുന്ന ഒരു പോർട്ടിലാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. SMPSൽ നിന്ന് വരുന്ന കണക്ഷൻ ഈ ഒരു ഡാക് ഇൻ്റർഫേസിംഗ് ബോർഡിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു ബസ് യൂസ് ചെയ്തിട്ട് മൈക്രോ കൺട്രോളർ കിറ്റിനെയും ഡാക് ഇൻ്റർഫേസിംഗ് യൂണിറ്റിനെയും കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? നിങ്ങൾക്കിപ്പോൾ ഡാക് എന്നും ഗ്രൗണ്ട് എന്നും പറഞ്ഞ് 2 പിൻസുകൾ കാണാൻ പറ്റും. സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാക് ഔട്ട്പുട്ട് ഈ ഒരു പിന്നിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ DSOയുടെ പോസിറ്റീവ് പ്രോബ് ഈ ഒരു ഡാക് ഔട്ട്പുട്ട് നിന്ന് വരുന്ന കണക്ഷനിലേക്ക് കൊടുക്കുന്നു. അതുപോലെ DSOയുടെ ഗ്രൗണ്ട് പ്രോബ് ഗ്രൗണ്ട് എന്ന് എഴുതിയിരിക്കുന്ന ഡാക് ഇൻ്റർഫേസിംഗ് യൂണിറ്റിൽ നിന്ന് വരുന്ന ആ ഒരു കണക്ഷനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് DSOയിൽ നമ്മൾ ടൈപ്പ് ALP എഴുതി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് DSOയിൽ നമുക്ക് സ്ക്വയർ വേവിനെ കാണാൻ പറ്റണം. ഓൺ ചെയ്യുമ്പോൾ മൈക്രോ 51 എന്ന് കാണിക്കും. എൻ്റർ കൊടുക്കുന്നു. ഒറിജിനിൽ ഒരു അഡ്രസ്സ് 4100 എന്നൊരു അഡ്രസ്സ് കൊടുത്തു. ആ ഒരു ലൊക്കേഷനിലേക്ക് ഫസ്റ്റ് ലൈൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എഴുതി വെച്ചിരുന്ന പ്രോഗ്രാം അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പം എല്ലാ ലൈനും ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ നമുക്കൊരു ഡിലേ ഉണ്ടാവും. സോ ഞാൻ ആദ്യം 1-2 ലൈൻസ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് ടൈപ്പ് ചെയ്തിരുന്ന പ്രോഗ്രാം എൻ്റർ കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺഅസംബിൾ ചെയ്യാനാണ് എഴുതിയിരിക്കുന്ന പ്രോഗ്രാം. ഒറിജിനൽ 4100 കൊടുക്കുന്നു. ഇനി നമുക്കുള്ള പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂവ് A, മൂവ് DPTR, FF ഇങ്ങനെ അതിനകത്തുണ്ടായിരുന്ന എല്ലാ ലൈൻസും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തതാണ് ആ ഒരു ഡിലേ ഒഴിവാക്കാനായിട്ട്. എൽകോൾ നമ്മളൊരു 4500 എന്ന ലൊക്കേഷൻ യൂസ് ചെയ്താണ് ചെയ്തത്. സോ ഫസ്റ്റ് പോർഷൻ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ 4500 അടിച്ചാൽ 4500ൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ആ ഒരു ഡിലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിലേയുടെ റുട്ടീനാണ് ഈ ചെയ്തേക്കുന്നത്. സോ അതും ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മൾ ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് അതുപോലെ കിറ്റിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇൻപുട്ട് ഡേറ്റ ഇതിനകത്ത് തന്നെ കൊടുത്ത് എഴുതിയിരിക്കുന്ന കാരണം ഗോ സ്പേസ് 4100 കൊടുത്താൽ ഇതിനകത്ത് എക്സിക്യൂട്ടിംഗ് കാണിക്കും. നമ്മൾ എക്സ്റ്റേണലായിട്ട് ഡേറ്റ കൊടുക്കുന്നില്ല, പ്രോഗ്രാമിൽ തന്നെ ഡേറ്റ എഴുതി കൊടുത്തത് കാരണമാണ് എക്സിക്യൂട്ടിംഗ് കാണിക്കുമ്പോൾ DSOയിൽ നമുക്കൊരു സ്ക്വയർ വേവ് ജനറേറ്റായി വരുന്നതായി കാണാൻ പറ്റും. ഈ ഒരു സ്ക്വയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് VPP എന്ന് പറയുന്നത് 1.60 വോൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് FFന് കറസ്പോണ്ടിങ് ആയി ഈ ഒരു അനലോഗ് കൺവെർട്ടറിനകത്ത് നിന്നും ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറിൽ നിന്നും നമുക്ക് കിട്ടിയ വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് അതാണ്. ഇനി നമുക്ക് ടൈം പീരീഡിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ ആ ഡിലേ ഉള്ള അഡ്രസ്സിലുള്ള രജിസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന വാല്യൂവിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നേരത്തെ കൊടുത്തിരുന്നത് 05 ആയിരുന്നു. ഇപ്പോൾ ആ ഒരു വാല്യൂ മാറ്റി ഞാനിപ്പോൾ 09 എന്ന് ആണ് ആ ഒരു രജിസ്റ്ററിൽ വാല്യൂ കൊടുത്തതെന്ന് കരുതുക. അപ്പോൾ ഡിലേ ഒന്ന് കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം.
ഡിലേ കൂട്ടുന്നതിനനുസരിച്ച് ടൈം പീരീഡ് കൂടും. ടൈം പീരീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കുറയുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞു. ഇതിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ R1 രജിസ്റ്ററിൽ കൊടുത്തിരുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ്. എക്സിക്യൂട്ടിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ വേവ് തന്നെയാണ് കിട്ടിയത്. ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രീക്വൻസിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഫ്രീക്വൻസി ഇവിടെ കുറഞ്ഞു, 99 ആയിട്ടുണ്ട്. അപ്പം നേരത്തെ കേസിൽ നിങ്ങൾക്ക് 179 സംതിങ് ആയിരുന്നു ഇൻപുട്ട് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് ഫ്രീക്വൻസി കാണാൻ പറ്റിയത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അക്യുമുലേറ്റർ കൊടുത്തിരുന്ന വാല്യൂ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ A,#2A എന്നോ അല്ലെങ്കിൽ 20 എന്നോ നിങ്ങൾക്ക് 00 മുതൽ FF വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും അക്യുമുലേറ്റർ കൊടുത്ത് നോക്കാം. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ നടന്ന വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ വളരെ ചെറിയ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് തീരെ ഇല്ലാത്ത ഒരു വേവ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇങ്ങനെയാണ് ഒരു DAC ഇൻ്റർഫേസിങ് ചെയ്ത് നോക്കാൻ പറ്റുക. നമുക്കുള്ള ടൈം പീരീഡും ആംപ്ലിറ്റ്യൂഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ടൈം പീരീഡും ആംപ്ലിറ്റ്യൂഡും അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ടൈം പീരീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിലേ കൊടുത്തിരിക്കുന്ന രജിസ്റ്ററിലെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കൂട്ടിയും കുറച്ചും കൊടുക്കുന്നതിനനുസരിച്ച് ടൈം പീരീഡ് വേരി ചെയ്യും. ഇനി അതല്ല, നമുക്ക് എന്താണ് ആംപ്ലിറ്റ്യൂഡിലാണ് വ്യത്യാസം വരുത്തുന്നതെങ്കിൽ അക്യുമുലേറ്റർ കൊടുത്തിരിക്കുന്ന ഡേറ്റ വ്യത്യാസപ്പെടുത്തുക എന്നാൽ മാത്രമായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നുവെന്ന് അറിയാൻ പറ്റുന്നത്. സോ ഇങ്ങനെയാണ് DAC ഇൻ്റർഫേസിങ് ചെയ്യാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്, ആംപ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലും ഉണ്ടാകുന്ന വേരിയേഷൻ. ഓക്കെ, ഇതാണ് DAC ഇൻ്റർഫേസിങ് യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം അറിയാനുള്ള എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.